സാറിൻ്റെ ഇത്രയും നാളുമുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ വളരെ ജീർണതയുള്ള ഒരു വാക്ക് ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ഒരു MP ഒരു ചായ സൽക്കാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവർക്ക് രാഷ്ട്രീയം കൊണ്ട് അന്ധമായി ഇങ്ങനെ രാഷ്ട്രീയം മാത്രം ചിന്തിക്കാൻ കഴിവുള്ളവരാണല്ലോ എന്നാണ് ചിന്തിച്ചു പോയത്. എന്ത് തോന്നുന്നു സാർ? അത് വളരെ ശരിയാണ്. അത് ഈ രാഷ്ട്രീയ സംസ്കാരം എന്നൊക്കെ പറയുന്നതിലും ഒരുതരം എക്സ്പീരിയൻസും തറവാടിത്തവും ഒക്കെ ഉണ്ടല്ലോ. ഈ പുത്തനച്ചി പുരപ്പുരം തോർക്കും എന്ന് പറയില്ലേ, നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ അല്പൻ ഐശ്വര്യം വന്നാൽ എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ സമൂഹത്തിൽ. അർദ്ധരാത്രിയിലും കൊട പിടിക്കുന്നൊക്കെ പറയും പോലെ. അതിപ്പോ ജോൺ ബ്രിട്ടാസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. അദ്ദേഹം പൊളിറ്റിക്സിലോ അദ്ദേഹം വഹിച്ച ഇതുവരെയുള്ള പദവികളിലോ ഒന്നും എത്തിപ്പെടേണ്ട ഒരാളല്ല. അദ്ദേഹം എത്തിപ്പെടാനുള്ള ഗിമ്മിക്കുകളും ആവശ്യമുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വഴികളും വഴിവിട്ട മാർഗങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അറിയാമെന്നതുകൊണ്ടാണ്. ദേശാഭിമാനിയുടെ ഡൽഹിയിലെ ഒരു സാധാരണ റിപ്പോർട്ടർ മാത്രമായിരുന്ന ഒരാൾ കൈരളി TV-യുടെ MD ആയിട്ട് വരുന്നു. പിന്നെ വളരെ സമർത്ഥമായിട്ട് അവിടുന്ന് യാത്രയപ്പൊക്കെ വാങ്ങിയിട്ട് ഒരു കാറ് ഗിഫ്റ്റൊക്കെ ആയിട്ട് സ്വീകരിച്ചിട്ട് പോകുന്നു, ഓർമ്മയില്ലേ? പിന്നെ ഏഷ്യാനെറ്റിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടെ തിരിച്ചു വരുന്നു. ഈ ചില യജമാനന്മാർക്ക് സേവ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ തിരിച്ചു വരുന്നു. അതാണ് ജോൺ ബ്രിട്ടാസ്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് CPM-ന്റെ ഈ പറഞ്ഞ PR വർക്ക്, പിണറായി വിജയന്റെ PR വർക്ക് ഏറ്റെടുക്കുന്നു. PR വർക്ക് ഏറ്റെടുക്കുന്നു. അതിന്റെ പ്രതിഫലമായി പിണറായി വിജയൻ 2ാം ടേം വന്നപ്പോൾ ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന് CPM-ന് പോലെ ഒരു പാർട്ടിയിൽ സ്വപ്നം കാണാൻ പറ്റാത്ത പദവിയിലേക്കാണ് ഈ ആകാശത്ത് നിന്ന് ഇവനെ കെട്ടിയിറക്കിയത്. അപ്പൊ ആ സംസ്കാരത്തിന്റെ കുഴപ്പം, ആ സർവീസിന്റെ ദൂഷ്യം, ഈ നടന്നു വരെ വന്ന വഴി നടന്നു വന്നതാണെങ്കിലേ വഴിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവൂ. കറക്റ്റ്. മനസ്സിലായില്ലേ? ഈ നൂലിൽ കെട്ടി ഇറക്കിയതാണെങ്കിൽ എത്തിയിടത്ത് മാത്രമേ അവിടെ വിഷ്ണു ലോകമാണെന്നാണ് ആളുകൾ ധരിക്കുക. അതിന്റെ കുഴപ്പമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടായ സംഭവവികാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനാധിപത്യത്തിലെ പ്രാഥമിക മര്യാദയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓരോ പാർലമെന്റിന്റെ സെഷൻ അവസാനിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ പാർലമെന്റ് അംഗങ്ങളെ വിളിച്ച്, പ്രത്യേകിച്ച് ആ പാർലമെന്റിലെ എല്ലാ പാർട്ടിയുടെയും ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് വിളിച്ചൊരു ചായ കൊടുക്കും. അതുവരെ കീരിയും പാമ്പുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അത് പാർലമെന്റിന്റെ അകത്ത് രാഷ്ട്രീയമാണ്, പുറത്തെ രാഷ്ട്രീയമില്ല. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ മര്യാദയാണ്. ഭരണകക്ഷി, ഞാൻ എന്റെ പണിയെടുക്കും. ഞാൻ ഭരണകക്ഷിയാണെങ്കിൽ എന്റെ പണി ഞാൻ എടുക്കും. ട്രഷറി ബെഞ്ചിൽ ഇരുന്നിട്ട് ഭരണപക്ഷത്തിന് വേണ്ടി ന്യായീകരിക്കൽ എന്റെ പണിയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ ബെഞ്ചിലിരുന്നു കൊണ്ട് ഭരണപക്ഷത്തിന്റെ വൈകല്യങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാണിക്കേണ്ടത് അവരുടെ പണിയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഒരു ധർമ്മമാണ്. അതില്ലാതെ പോയാലാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഓട്ടോക്രസി ആവും, പിന്നെ ഏകാധിപത്യമായി തീരും. അപ്പൊ ജനാധിപത്യത്തിലെ അതുകൊണ്ടാണ് ഓരോ പാർലമെന്റ് സെഷൻ തീരുമ്പോഴും ആ സെഷനെ കാലുഷ്യങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പാർലമെന്റ് ഈ സെഷൻ ഗംഭീരമായി അവസാനിച്ചു എന്ന് നന്ദി പറയാനാണ് പ്രധാനമന്ത്രി വിളിക്കുക. അതിലെല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും പോകും. ഇന്നും ഇന്നലെയും പോയതല്ല. ജോൺ ബ്രിട്ടാസ് ആദ്യമായിട്ട് പാർലമെന്റ് കാണുകയാണ്. അതിന്റെ കുഴപ്പമാണ്. പാർലമെന്ററി ചരിത്രം എന്താണെന്ന് അദ്ദേഹം ഓർത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ അതിന്റെ മര്യാദയല്ലേ? എന്നിട്ട് പത്രസമ്മേളനം ഈ സമയത്ത് വല്ല കാര്യമുണ്ട്? അല്ല, അദ്ദേഹത്തിന് ശ്രദ്ധിക്കുന്നുണ്ട്. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രകടനം കണ്ടാൽ നമുക്കറിയാം, ഒരു ഷോ ഓഫ് കാണിക്കുകയാണ്, അഭിനയിക്കുകയാണ് പരമാവധി ഇവിടെ ചെയ്യുന്നത്. അതെ, ഷോ ഓഫ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ജോൺ ബ്രിട്ടാസ് മൈക്കിന് മുമ്പിൽ പാർലമെന്റിൽ നിന്ന് പ്രസംഗിക്കുന്നു, പാർലമെന്റിന്റെ പുറത്തും പാർലമെന്റ് മന്ദിരത്തിന്റെ പുറത്തും ഒന്ന് സംസാരിക്കുന്നതൊക്കെ മാത്രമല്ല, ഈവൻ പാർലമെന്റിനകത്ത് പോലും സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ്. എന്താ കാര്യം? പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാം. അത് ഇന്ത്യൻ അംഗീകൃത 22 ഭാഷകളിൽ ഏതിലും സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പോയി സംസാരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ പാർലമെന്റിലെ ഒരു നിയമനിർമ്മാണത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിച്ചാൽ ഈ ഭരണപക്ഷത്തിരിക്കുന്ന മഹാഭൂരിപക്ഷം പേർക്കും മനസ്സിലാവും, സഭാ നേതാവിനും മനസ്സിലാവും. അത് എളുപ്പത്തിൽ മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യാനാണോ? അതല്ല. അവിടെ ഇരുന്ന് മലയാളത്തിൽ ഇങ്ങനെ ഗീർവാണം പ്രസംഗിക്കുന്നത് ഈ ക്യാപ്സ്യൂളുകളാക്കിയിട്ട് കേരളത്തിലെ CPM-ന്റെ സൈബർ പടകൾ പ്രചരിപ്പിക്കാനാണോ? എന്തിനായിരുന്നു അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട്? എന്തിനാണ് അദ്ദേഹം വ്യക്തിപരമായി സുരേഷ് ഗോപിയെ ആക്ഷേപിച്ചത്? ഓർമ്മയില്ലേ? അതെ, അത് വളരെ മോശമായി. മോശമല്ലേ? അതാണോ കേരളക്കാരാണ്. പക്ഷേ സുരേഷ് ഗോപി അതിന് അതിഗംഭീരമായ മറുപടി കൊടുത്തു. സുരേഷ് ഗോപിയുടെ നല്ല ഫ്ലുവന്റ് ആയ ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപി ഇവിടെ സംസാരിക്കുന്നത്. പാർലമെന്റിൽ സംസാരിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഏത് ഭാഷയിൽ സംസാരിക്കാം എന്നത് നിയമപരമായി ശരിയാണ്. പക്ഷെ ഇന്ത്യ പോലെ ഒരു വളരെ വിശാലമായ ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷത്തിനും മനസ്സിലാകുന്ന 2 ഭാഷകൾ,
ഐദർ ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ ഹിന്ദിയാണ്, രണ്ടിലൊന്നിലല്ലേ സംസാരിക്കേണ്ടത്. അവിടെ പോയി മലയാളം പറയുന്നത് ഒന്നുകിൽ ഈ സുരേഷ് ഗോപിയെ നേരിട്ട് ചീത്ത വിളിക്കാൻ, അത് ചെവി പറഞ്ഞാൽ പോരെ. അതും അല്ലെങ്കിൽ CPM-ന്റെ ഗുണ്ടകൾക്ക് ഈ പറഞ്ഞ ആവേശം വിതറാൻ. ഇതേ സാർ, ഇതില് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു വിഭാഗം രാഷ്ട്രീയ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ. മറ്റൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവനോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അവൻ്റെ മാരേജിൽ പങ്കെടുക്കരുത്, എല്ലാ രീതിയിലും പറ്റുമെങ്കിൽ അവനെ കൊന്നുകളയുക. ഇത് ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഇടുങ്ങിയ മനസ്സുമായിട്ട് വന്നിട്ട് പ്രതിപക്ഷം അത് ബഹിഷ്കരിക്കണമായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പേര് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അതിനൊക്കെ ചോദിക്കാനായിരുന്നു അവിടെ പാർലമെന്റ് സമ്മേളനം ഉണ്ടായിരുന്നത്. അല്ല, അത് അവിടെ ചർച്ച നടന്നല്ലോ. എന്തൊരു ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ഇതിന്റെ തുടക്കം ഇവിടുന്ന യഥാർത്ഥത്തിൽ ഇവർക്ക് ഇപ്പോഴും ജനാധിപത്യത്തിന്റെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. കോൺഗ്രസ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പല ചെറിയ ഗവൺമെന്റുകളൊക്കെ വന്നല്ലോ. VP സിംഗ് തൊട്ട് ചന്ദ്രശേഖർ വരെയുള്ളവർ ഭരിച്ചല്ലോ, ദേവഗൌഡ വരെയുള്ളവരൊക്കെ ഭരിച്ചു, IK ഗുജറാൾ ഭരിച്ചു. അന്നൊന്നും ഇവർ ഇത്രത്തോളം അധപ്പതി ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താ, നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോദിയാണോ അല്ലെങ്കിൽ BJP ആണോ എങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ല എന്ന മറ്റുള്ള നിലപാടാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, അതും അതിനോടൊപ്പം ഒരു കാര്യം കൂടെ സാർ ശ്രദ്ധിച്ചോ. അതായത് കേരളത്തിലുള്ള മലയാളികളാണെന്ന് CPM എന്ന് പറഞ്ഞാൽ, നേരത്തെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ടായിരുന്നു, അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന സംസ്ഥാനത്തിലുള്ള ആൾക്കാരായിരുന്നു. ഇവിടെ ഇപ്പോ കേരള മുഖ്യൻ എന്ന് പറയുന്നതിനപ്പുറമുള്ള വലിപ്പമുള്ള ഒരു പാർട്ടിയുടെ നേതാവും ഇന്ന് ഇന്ത്യയിലില്ല. CPM സമം കേരളമായിട്ട് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നയാൾ ഗുഡ് ബുക്കിൽ കയറും എന്നതുകൊണ്ടാണ്. അതെ, ലീഗിനെ കുറിച്ച് പറയാറുണ്ട്, മുസ്ലിം ലീഗ് സമം മലപ്പുറം പാർട്ടി. അതുപോലെ ഈ CPM സമം കേരള പാർട്ടി ആയതിന്റെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ചർച്ച എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. എത്രയോ കാലമായി പാർലമെന്റിൽ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടിരിക്കുന്ന, നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഇരിക്കുന്ന ആളാണ്. അതിനുശേഷവും ഇപ്പൊ രാജീവ് ഗാന്ധിക്ക് ശേഷമാണെങ്കിൽ പോലും എത്രയോ കാലമായിട്ട് ഇത് മുഴുവൻ കണ്ടു വളർന്നയാളാണ് സോണിയാഗാന്ധി. അവരുടെ പുത്രിയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ കൃത്യമായ ബോധ്യമുണ്ട് പാർലമെന്റിന്റെ മര്യാദ എന്താണ്. പാർലമെന്റ് സെഷൻ തീരുമ്പോൾ ഒരു ടീ പാർട്ടിക്ക് വിളിക്കും. അത് പോവുക എന്നത് ജനാധിപത്യ മര്യാദയാണ്. ഇവർ രണ്ടുപേരും പോയി, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയി ഇരുന്നു കൊടുത്തു. അവർക്കുള്ള രാഷ്ട്രീയ മര്യാദ പോലും ഈ ജോൺ ബ്രിട്ടാസിന് ഉണ്ടാകുന്നില്ല. ജോൺ ബ്രിട്ടാസ് അവരെ ചോദ്യം ചെയ്തുകൊണ്ട് പത്രസമ്മേളനം. അതെ, യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവർക്ക് ഒരു കാര്യത്തിൽ ഒരു നയമില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ ഇതൊരു നയമായിട്ട് എടുക്കണം. നമ്മൾ അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് പ്രകടിപ്പിക്കുവാൻ വേണ്ടി ചായ സൽക്കാരം ബഹിഷ്കരിക്കാം. അതിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ. ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പാർലമെന്റിൽ അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുന്നണിക്ക് ഇല്ലാത്തത് ഇന്ത്യയാണ്. അതെ, അത് കറക്റ്റാണ്. ദേശീയമായൊരു നയമില്ല, കാഴ്ചപ്പാടില്ല. എവിടെയുണ്ട്? BJP-ക്കെതിരായ എല്ലാ സെക്കുലർ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി എവിടെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിലുള്ള എല്ലാ ഘടകകക്ഷികളും കേരളത്തിൽ ഘടകകക്ഷികളാണോ? കേരളത്തിൽ കോൺഗ്രസും CPM ഒരു മുന്നണിയിലല്ലേ? ബംഗാളിൽ എന്താ സ്ഥിതി? ഇടതുപക്ഷം, CPM-ഉം ഇടതുപക്ഷം ഒരു ഭാഗത്ത്, കോൺഗ്രസ് മറുഭാഗത്ത്, BJP മറുഭാഗത്ത്. ഇത് മൂന്നിലും പെടാത്ത പാർട്ടിയാണ് TMC, മമത. അതെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത് ഒരിക്കലും ഒന്നിച്ചു നിൽക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന ബോധ്യം അവരിൽ ഇതുവരെ ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെങ്കിൽ CPM ഒരു മന്ത്രിസഭയെ താഴെയിട്ടത് അറിയാമല്ലോ, ആണവ കരാർ പേര് UPA ഗവൺമെന്റിനെ CPM-കാർ പിൻവലിഞ്ഞാണ് അത് അസാധുവാക്കിയത് ആ ഗവൺമെന്റിനെ. ഇവിടെ ആണവ കരാർ ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ എന്നല്ല നോക്കിയത്, നമ്മൾ അമേരിക്കയുമായിട്ട് ഒപ്പിടുന്നു എന്നുള്ളതാണ്. ഇത് റഷ്യയുമായിട്ടായിരുന്നെങ്കിൽ ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇത്ര മാത്രമേ. അതായത് ഇന്ത്യ എന്ന കൺസെപ്റ്റ് ഇവരെ മനസ്സിൽ ഇപ്പോഴും വന്നിട്ടില്ല, എന്ന സങ്കല്പം ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ദേശീയത എന്ന ഒരു പൊതുബോധം ഇവരെ മനസ്സിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പച്ച പിടിക്കാത്തത്. അതുകൊണ്ടാണ് ഇപ്പോ രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പതിവുള്ള ഒരു രാഷ്ട്രീയ മര്യാദ പതിവ് പോലെ കാണിച്ചു. അതുപോലും കാണിക്കാറില്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിലത് കാണിച്ചു. കാണിക്കുമ്പോൾ അതിനെ എല്ലാവരും ചേർന്ന് അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. ഉത്സവം എന്ന് പറയുന്നത് ഇതുകൂടെയാണെന്നേ. അതാണ്. അപ്പോൾ അതിനെ ആക്രമിക്കുക, അതിനെ പരിഹസിക്കുക. കോൺഗ്രസിനെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മുന്നണി, ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എത്ര ദുർബലമാണെങ്കിലും അതല്ലാതെ ഒരു പ്രതിപക്ഷ ശക്തി ഇന്ത്യയിൽ ഇല്ലല്ലോ.
ഇല്ല. അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ ആക്ഷേപിച്ചുകൊണ്ട് ഈ CPM-ന്റെ നേതാവ് ജോൺ ബ്രിട്ടാസിന് എന്ത് ഇന്ത്യയാണ് രക്ഷിക്കാൻ കഴിയുക? അല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനം രക്ഷിക്കാൻ തൽക്കാലം കഴിഞ്ഞേക്കും. പക്ഷേ ഒരു XMP എന്ന പേരിട്ടിട്ട് തേരാപാര നടക്കുന്ന ഒരു കാഴ്ചപ്പണ്ടമായിട്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പറ്റാത്ത പദവിയായിരിക്കും. കാരണം അത് നേടിയെടുക്കാൻ അദ്ദേഹം ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഒക്കെ വെറുതെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു XMP-യുടെ പദവിയിലേക്ക് അദ്ദേഹം അതിവേഗം മറഞ്ഞു പോകും എന്നല്ലാതെ ചരിത്രത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഇദ്ദേഹത്തിന്റെ അപക്വമായ പെരുമാറ്റം ഒരിക്കലും അത് മാത്രമല്ലേ, അല്ലാതെ ജനങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ ഈ ന്യായീകരണ തൊഴിലാളികൾ അവിടെ ചെന്ന് ആഞ്ഞടിച്ചു, ഗർജിക്കുന്ന സിംഹമായിട്ട് പൊട്ടിത്തെറിച്ചു, ഇതൊക്കെ പറയുമ്പോഴും വിദ്യാസമ്പന്നരായ ജനാധിപത്യ ബോധമുള്ള പാർലമെന്റ് ജനാധിപത്യം എങ്ങനെയാണെന്ന് സങ്കല്പമുള്ള ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനാധിപത്യ സംസ്കാരവും മാന്യതയും അന്തസ്സുമുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. അവര് ജോൺ ബ്രിട്ടാസിനെ കൃത്യമായിട്ട് വിലയിരുത്തും. യാതൊരു തർക്കവും വേണ്ട. ബ്രിട്ടാസ് അത് ഇനി മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മനസ്സിലാക്കാതിരുന്നാൽ അത് എത്ര എളുപ്പത്തിൽ തീർന്നു കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.